നമസ്കാരം. അങ്ങനെ നമ്മളുടെ യു പിയിലുള്ള പള്ളി പൊളിക്കൽ മഹോത്സവം അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും പൊളിച്ചു ഒരു പള്ളി ബുൾഡോസർ ഉപയോഗിച്ച് പൊളിക്കല നിരത്തി. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിൽ ആണ് ഈ മസ്ജിദ് ബുൾഡോസർ ഉപയോഗിച്ച് പപ്പടമാക്കി മാറ്റിയത്. നമ്മുടെ പപ്പടത്തലയൻ മദനി ഒരുത്തനുണ്ടല്ലോ, അവന് വല്ലതും പറയാനുണ്ട്. അവൻ മിണ്ടില്ല. കാരണം എന്താണ്? തള്ള ചവിട്ടി കഴിഞ്ഞാൽ കുഞ്ഞിന് കേട് പറ്റില്ല എന്ന് പറയുമല്ലോ. അവൻ RSS നേരിട്ട് ചവിട്ടി അവന് വിഷമമില്ല. ഇതൊന്നും അറിഞ്ഞതായിട്ട് തന്നെ ഭാവിക്കില്ല അവർ. അവിടെ എത്ര പള്ളി പൊളിച്ചാൽ നമുക്കെന്താ അല്ലേ? നമുക്ക് ഇവിടുത്തെ ഭരണം ഇവിടെ നക്കണം. ഇപ്പം ഏതായാലും ദുബായ് ഏതാണ്ട് ദുബായു ആയിട്ടുണ്ട്. ദുബായു വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഊർദൻ വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ നിന്നുള്ള കെട്ടിപ്പേറൽ അധികകാലം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അവിടുത്തെയുള്ള ആൾക്കാർക്ക് തന്നെ അവിടെ കഷ്ടപ്പാടാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കേരള സർക്കാർ അതിപ്പോൾ കയ്യിലാണല്ലോ, ചക്കരഭരണി, അത് മുഴുവൻ കൈയിട്ട് വാരുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അതെന്തോ ആകട്ടെ, അത് അവരുടെ മിടുക്ക്. അധികാരം ഉണ്ടാവില്ല, അത് വേറെ കാര്യം. ഇപ്പം തന്നെ അടി തുടങ്ങിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ സംഭാൽ ജില്ലയിലാണ് ഈ മസ്ജിദ് പൊളിച്ചിട്ടുള്ളത്. എന്താ പൊളിക്കാൻ കാരണം എന്നറിയാമോ? അവിടെ ശ്മശാന ഭൂമിയായിരുന്നു പണ്ടത്തെ, അത് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൻ്റെ നെഞ്ചത്ത് കൊണ്ടുപോയിട്ടാണ് ഈ മസ്ജിദ് കൊണ്ടുവച്ചിട്ടുള്ളത്. പൊളിച്ചു കളയാതിരിക്കുമോ? ആ സമയത്ത് പൊളിച്ചു കളയാൻ ചെന്ന സമയത്ത് പോസ്റ്ററുമായിട്ട് വന്നു, ഐ ലവ് മുഹമ്മദ്. ഉത്തർപ്രദേശിലെ ഐ ലവ് മുഹമ്മദ് പ്രവാചകനെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ. അതുപോലെ പാകിസ്ഥാൻ പതാകയാണ് അവിടെ വീശുന്നത്, പച്ചപ്പതാക. അപ്പം അതിൻ്റെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേസ് കൊടുത്ത, രാജ്യദ്രോഹ കുറ്റമല്ലേ വാസ്തവത്തിൽ? ഇത് വെറുതെയല്ല, അനധികൃതമായിട്ടുള്ള സ്ഥലത്ത് പള്ളി പണിയുക. ആ പള്ളി കോടതി വിധി പ്രകാരം, കോടതി വിധി ഇന്ന് കേസ് കൊടുത്ത നാളെ വിധി വരില്ല. അവിടെ പരീക്ഷണങ്ങൾ, വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവർ അപരാധികളാണെന്ന് മനസ്സിലായിട്ടാണ് പള്ളി പൊളിക്കാൻ പറയുന്നത്. അവിടെ വരുന്ന സമയത്താണ് ഐ ലവ് മുഹമ്മദ് പോസ്റ്ററുകൾ. അതുപോലെ തന്നെ പാകിസ്ഥാൻ പതാക. ഏതായാലും പള്ളി പപ്പടം പൊടിച്ച പോലെയായി. അതോടൊപ്പം തന്നെ അവിടുത്തെ മുത്തുവല്ലി എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, എന്തായാലും പറയുക, അവിടുത്തെ വാങ്കുവിളിക്ക് അതൊക്കെ ആൾക്കാരുണ്ടല്ലോ, അവരെല്ലാവരും കൂടി കുറേ ആൾക്കാരെ 5-8 പേരെ അറസ്റ്റ് ചെയ്തിട്ട് അകത്തിട്ടിട്ടുമുണ്ട്. സംഭാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നഖാസ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മുസ്തഫ ഖാദ്രി മസ്ജിദ് പൊളിച്ചു നീക്കുന്നതിനിടയിലാണ് ഈ കലാപശ്രമം ഉണ്ടായത്. ശ്മശാനത്തിനായിട്ട് മാറ്റിവെച്ച ഭൂമി കയ്യേറിയിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് കോടതി വിധിക്ക് അനുസൃതമായിട്ട് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ബുൾഡോസറുകൾ ഉപയോഗിച്ചിട്ട് പപ്പടം പോലെയാക്കിയത്. പൊളിച്ച് നിൽക്കുമ്പോഴേക്കല്ലേ പ്രശ്നമുള്ളൂ. പിന്നെ അതിൻ്റെ ഡെബ്രിസൊക്കെ അവിടെ ഇവിടെ കൊണ്ട് കളയണ്ടേ? അപ്പോൾ എന്തു ചെയ്യും? പൊടിച്ചു കളയും. അതന്നെ, അത് നല്ല പരിപാടിയാണത്. ശനിയാഴ്ച നടന്ന ഒഴിപ്പിക്കൽ നടപടികൾ ഇടെ പള്ളിക്കുള്ളിൽ നിന്ന് ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ 49 പോസ്റ്ററുകൾ, അതുപോലെ കുറേ പാകിസ്ഥാൻ പതാകകൾ കണ്ടെടുത്തിട്ടുണ്ട്. അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് നോർത്ത് കുൽദീപ് സിംഗ് ആണ് ഈ കാര്യം അറിയിച്ചത്. പൊതുജന മധ്യത്തിൽ അശാന്തി ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക, അതിനുള്ള ശ്രമമാണ് ഇവിടെ എത്ര പള്ളികളുണ്ട്. ബീഹാറിലാകട്ടെ, യു പിയിലാകട്ടെ. ഞാൻ ഋഷികേശിലേക്കും പണ്ട് ട്രെയിനിൽ പോകുമ്പോൾ, അതല്ലെങ്കിൽ മറ്റേ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഒരുപാട് പള്ളികൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല. ഇത് തെമ്മാടിത്തരം കാണിച്ചു. അതിൻ്റെ പേരിൽ പിന്നെ ന്യായീകരണം കൊണ്ടുവരുന്നു. അവരുടെ മതപരമായിട്ടുള്ള ചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
യു പിയിലെ നടക്കുന്ന ഒന്നുണ്ടോ? എന്തിനു പറഞ്ഞു എല്ലാത്തിനും കൂടി അടിച്ച് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടുണ്ട്. പൊതുജന മധ്യത്തിൽ അശാന്തി ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക, തല്ല് വാങ്ങിച്ച് വിദ്വേഷം ഉണ്ടാക്കുക. യു പിയിൽ അതാ ചെയ്യുന്നത്. തല്ല് വാങ്ങിച്ചിട്ട് എരവാദം മുഴക്കിയിട്ട് അവിടെ രാജ്യദ്രോഹം ഉണ്ടാക്കുക. ഇപ്പോൾ തല്ല് കിട്ടി തൂറി. കാരണം പലപ്പോഴും പല തെരുവ് ഗുണ്ടകളും തെരുവ് ചട്ടമ്പികളും, ഗുണ്ടകളല്ല, ഇളിയന്മാരില്ലേ ചട്ടമ്പികൾ, തല്ലട തല്ലി കഴിഞ്ഞാൽ പിന്നെന്താ പറയുക, ഇതെന്നെ തല്ലി, ഇതാണ് കേസ്. അങ്ങനെ വിദ്വേഷം ഉണ്ടാക്കുക, അത് ലോകരെ മുഴുവൻ അറിയിക്കുക, എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തേക്കും പൊട്ടുക, കലാപം പൊട്ടിത്തെറിക്കുക. ഇപ്പം യു പിയിൽ അതൊന്നുമില്ല. അപ്പം പള്ളി പോയാൽ പള്ളി പോയി തന്നെ. ഏതായാലും ഭാരതീയ ന്യായ സംഹിത BNS സെക്ഷൻ 353 353 ബ്രാക്കറ്റിൽ 2 പ്രകാരമാണ് മുതുവല്ലി സാക്കിർ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ പള്ളിയുടെ മുത്തവല്ലിയായിട്ടുള്ള സാക്കിർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പള്ളിയിൽ നിന്ന് കണ്ടെത്തിയ പച്ചക്കൊടിക്ക് പാകിസ്ഥാൻ്റെ പച്ചക്കൊടിയായിട്ട് വലിയ സാമ്യമാണുള്ളത് എന്നും പോലീസ് ചൂണ്ടിക്കാണിച്ചു. റവന്യൂ കോടതികളുടെ ഒഴിപ്പിക്കൽ ഉത്തരവിനെ തുടർന്നാണ്. നമ്മളത് മനസ്സിലാക്കണം. അല്ലാതെ അവിടെ നാട്ടുകാർ കൂടിയിട്ട് തല്ലിപ്പൊളിച്ചതല്ല. നിയമപരമായിട്ട് കേസ് കൊടുത്ത് വാദപ്രതിവാദങ്ങൾ എന്നിത്യാദി കാര്യങ്ങൾ നടത്തി വർഷങ്ങളെ കൊണ്ടാണ് ഇങ്ങനൊരു വിധി വന്നിട്ടുള്ളത്. അതിൻ്റെ പേരിലാണ് ഇത് പൊളിച്ചു മാറ്റിയിട്ടുള്ളത്. ഏകദേശം 1200 ചതുരശ്ര മീറ്റർ വരുന്ന ഖബർസ്ഥാൻ ഭൂമിയിലാണ് പള്ളി സ്ഥിതി ചെയ്തിരുന്നതെന്ന് അധികൃതർ പറയുന്നു. ശ്മശാന ഭൂമിയിൽ തഹസീൽദാർ കോടതിയിലെ ഒഴിപ്പിക്കൽ ഉത്തരവിനെതിരെ മസ്ജിദ് കമ്മിറ്റി നൽകിയ അപ്പീൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ കഴിയാത്തതിനെ തുടർന്ന് എല്ലാ കോടതികളും തള്ളുകയായിരുന്നു. തുടർന്ന് കനത്ത പോലീസ് സുരക്ഷയിൽ എന്തിനു പറയുന്നു, പള്ളി ഡിം അതന്നെ. ഈ ഒരു കാര്യത്തിൽ ഒരിക്കൽ പോലും മുസ്ലിം സമൂഹത്തെ ഒന്നാകെ പിന്താങ്ങാനൊന്നും കഴിയില്ല. ഇതിനൊരു അവസാനമുണ്ടാകില്ല. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ആവശ്യമില്ലാത്ത രീതിയിലുള്ള അഴഞ്ഞ നിലപാടുകൾ ഈ ചത്ത കുതിരയ്ക്ക് വേണ്ടി, ഈ ജിന്ന ലീഗിന് വേണ്ടി, അതിലൂടെ അതിൻ്റെ പിന്നണി പടയാളികൾക്ക് വേണ്ടിയിട്ട് എല്ലാ സർക്കാരുകളും ആ രീതിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. അതിൻ്റെ മറവിലാണ് തോന്നിയിടത്തെല്ലാം അവർ മസ്ജിദുകൾ കെട്ടി ഉയർത്തിയിട്ടുള്ളത്. പാർപ്പിടങ്ങളടക്കം, മസ്ജിദ് മാത്രമല്ല പാർപ്പിടങ്ങളടക്കം. പക്ഷെ കാലം മാറി, കാറ്റിൻ്റെ ഗതി മാറി. കേന്ദ്രം ഭരിക്കുന്നത് മോദി, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഒരുപാട് BJPക്കാർ ഇപ്പോൾ ഇവിടെ ബംഗാളിലടക്കം. ബംഗാളിൽ യൂസഫ് പട്ടാൻ അദ്ദേഹം വലിയ ക്രിക്കറ്റ് പ്ലെയറാണ്, ഇന്ത്യയുടെ അഭിമാനമാണ്. അദ്ദേഹം ഇപ്പം ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, BJP മതമല്ല പറയുന്നത്, രാജ്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് യൂസഫ് പട്ടാനും BJP ആയി എന്ന് സാരം. ബംഗാൾ കാലിയടിച്ചു. ഇനി അവിടെ പച്ചപ്പതാകയും പാകിസ്ഥാൻ പതാകയും ഐ ലവ് യും ഒക്കെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ മോന്തയുടെ ഷേപ്പ് അവിടെ മാറ്റും. ഷേപ്പ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഈ അള്ളാഹുവിൻ്റെ ഭവനങ്ങളെന്നാ പറയുക ഈ മസ്ജിദുകളെ. അത് തന്നെയാണ് ഹിന്ദുക്കളും പറയുക. ക്ഷേത്രങ്ങളെ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ദേവഭൂമികൾ. ദേവാലയങ്ങൾ എന്നാണല്ലോ പറയുക, ദേവൻ്റെ ദേവാലയം. അത് പുതുതായിട്ടുണ്ടാക്കിയതാക്കി, ഇവിടെ നിന്ന് കടമെടുത്തതാണെന്നേ. എനിവേ, അപ്പോൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ ഓരോന്നായിട്ട് പൊളിക്കുന്നുണ്ട്. ഇതിനെതിരെ എന്തുകൊണ്ടാണ് മുസ്ലിം നേതൃത്വം ഇറങ്ങാത്തത്? അവർക്ക് സമയമില്ലടോ. അവർക്ക് പിന്നെ എന്തിനാ സമയം? അത് പാടില്ല. അത് പാടില്ല.
സ്വാമിമാരെ തെറി വിളിക്കുക, അതൊരു പരിപാടിയായിട്ട് കൊണ്ടു നടക്കുകയാണ്. ഇതെല്ലാവരും അറിയുന്നുണ്ട്. കേരളത്തിൽ അങ്ങേയറ്റത്തുള്ള കന്യാകുമാരി എവിടെ പാറശാലയോ അവിടെ ഒരു സ്വാമിയെ ഉത്തരേന്ത്യയിലുള്ള മുസ്ലിം തെറി വിളിച്ചാലും ഹരിയാനയിലുള്ള അറസ്റ്റുകാർ അറിയും കേട്ടാ. അതൊക്കെ ഇങ്ങനെ കണക്കിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. ഏതായാലും മുസ്ലിം ഉമ്മത്തിന് യു.പിയിൽ, ബംഗാളിൽ, ഉത്തരാഖണ്ഡിൽ, ഗുജറാത്തിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ, ഇന്ത്യ മൊത്തം വരാൻ പോകുന്നത് എന്താണ്? മുസ്ലിം ഉമ്മത്തിന് എന്താ വരാൻ പോകുന്നത്? ഇതൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. മുസ്ലിം സംഘടനകൾക്ക് ഇതൊരു പ്രശ്നമല്ല. മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ പപ്പടത്തലയം മദനിയുണ്ടല്ലോ, ആ നാറി ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കില്ല കേട്ടോ. അയാൾക്ക് കാലത്ത് എഴുന്നേറ്റ വൈകുന്നേരം വരെ സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ കള്ളനാണ്, പിറ്റേ ദിവസം അടുത്ത വന്നു സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ കള്ളനാണ്, പിറ്റേ ദിവസം വന്നു സ്വാമി ബ്രഹ്മാനന്ദ തീർത്ഥ കള്ളനാണ്. പാവം. ഇത്തരം കാര്യങ്ങളുണ്ടാക്കുമ്പോൾ മൗനമാണ്. അല്ല, ഇനി വേറെ കാര്യമുണ്ട്. മൗനമാണ് നല്ലത്. പുത്തൻ ഭാരതത്തിൽ, ഹിന്ദുസ്ഥാനത്തിൽ മൗനമാണ് ഭൂഷണം. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ പറയും, എന്തിനാണോ വെറുതെ അവിടുന്ന് കിട്ടിയില്ലേ തല്ല്, ഇനി ഇവിടെ പോലീസിൽ കേസ് കൊടുത്ത അടുത്ത തല്ല്, ബാക്കി തല്ല് നിങ്ങൾ വാങ്ങിക്കും. അപ്പോഴും നിങ്ങളിവിടെ വരും, അപ്പോൾ അതിൻ്റെ ബാലൻസ് കൂടി നിങ്ങൾ വാങ്ങിക്കും. യാതൊരു കാര്യവുമില്ല. വ്യക്തികളല്ല തകർക്കുന്നത്, വ്യക്തികളുടെ കൂട്ടങ്ങളല്ല തകർക്കുന്നത്, അവിടുത്തെ സർക്കാരുകൾ തന്നെ, അധികൃതരായിട്ടുള്ള ആളുകൾ തന്നെയാണ് തകർത്ത് വയ്ക്കുന്നത് എന്ന് സാരം. ഇവിടെ ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക, ഇതിനൊക്കെയുള്ള ശിക്ഷ വരാനുണ്ട്. എങ്ങനെയെന്നറിയോ? ഭൂകമ്പമായിട്ട്, വെള്ളപ്പൊക്കമായിട്ട്, തീപിടുത്തമായിട്ട്. ഈ ഭൂകമ്പവും വെള്ളപ്പൊക്കവും തീപിടുത്തവും വന്നു കഴിഞ്ഞാൽ ആ ഭൂകമ്പം അള്ളാഹു സൃഷ്ടിക്കുന്നതാണെന്നാണല്ലോ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ആ ഭൂകമ്പം എവിടെയാണ് ബാധിക്കുക എന്നറിയാമോ? ഇവിടെ ഒരു വീടുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഈ വീട് തകർക്കില്ല. കാരണം എന്താണ്? ഈ വീട് ഹിന്ദുവിൻ്റെ വീട്, ഈ വീട് മുസ്ലിമിൻ്റെ വീട്. അപ്പോൾ ഭൂകമ്പം എവിടെയാണ് ഉണ്ടാവുക? ഇവിടെ ഉണ്ടാവില്ല. വെള്ളപ്പൊക്കം, സുനാമി, തീപിടുത്തം, തീനെ പറഞ്ഞയച്ചിരിക്കുകയാണ്, പോയി കത്തിക്കട സകല ഹിന്ദുക്കളുടെയും വീട്. അതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടല്ലോ, 361 നമ്പർ വീട്. 360 കത്തിച്ചോ 362 കത്തിച്ചോ, അവിടെ നിന്ന് അങ്ങോട്ട് കത്തിപ്പൊക്കോട്ടെ. 361 കത്തിക്കരുത് കേട്ടോ, അത് ഞമ്മൻ്റെ വീടാ. ഇവരുടെ ആണ് വിഡ്ഢികൾ വിഡ്ഢിത്തം പറയാന്ന് പറയും. വിഡ്ഢികൾ പറയുന്ന വിഡ്ഢിത്തത്തിന് മനോഹാരിത കൂടും. വെള്ളപ്പൊക്കം സൃഷ്ടിച്ചിട്ട്, തീപിടുത്തം സൃഷ്ടിച്ച്, ഭൂകമ്പം സൃഷ്ടിച്ച് കാത്തിരുന്നോ ഹിന്ദുക്കൾ, കാത്തിരുന്നോ? ഇന്ത്യയിൽ എവിടെ ഭൂകമ്പം ഉണ്ടായാലും അവിടെയൊക്കെ ഉണ്ട് എല്ലാ ശവങ്ങളും. ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യാനിയും ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരനും ഉണ്ട്, അല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഇവരുടെ ഭീഷണി എങ്ങനെയാണ്? പടച്ചോൻ ചോദിച്ചോളും. എന്ത് ചോദിക്കാൻ? ഗാസയിൽ എന്ത് ചോദ്യം ഉണ്ടായിരുന്നു? 35,000 കുഞ്ഞുങ്ങളവിടെ പുഴുകി ചത്തപ്പോൾ ഏതോ കോണത്തിലെ ദൈവമെന്ന് ചോദിച്ചത് അവിടെ. കോടതി വിധിയുടെ പിന്നാലെ എല്ലാ കോടതി വിധി, ഒരു രേഖയുമില്ല. നാളെ ഇവർ നാഷണൽ ഹൈവേയിൽ പോയിട്ട് പള്ളി പണിയില്ലേ? പണിയുന്നുണ്ടല്ലോ, ഗുജറാത്തിൽ പണിയുന്നുണ്ടല്ലോ. ശവം കൊണ്ട്, ഇപ്പോൾ പറ്റില്ല, ശവം കൊണ്ട് റോഡിൻ്റെ നടുവിലോട്ട് വയ്ക്കും. എന്നിട്ട് റോഡ് ഈ ഭാഗത്തോട്ടും വേണം, നടുവിൽ ഇവൻ്റെ കല്ലറ. എന്നിട്ട് പച്ചപ്പട്ടിടലും പിടിക്കലും കാര്യങ്ങളൊക്കെ. പറയാതിരിക്കാൻ വയ്യ, അവർ തന്നെ ചോദിച്ചു വാങ്ങിക്കുകയാണെന്നർത്ഥം. ഒരുപാട് കോടതി വിധി പിന്നാലെ വന്നതിൻ്റെ പേരിലാണ് ഈ പള്ളി പൊളിച്ചിട്ടുള്ളത്. ഒരിക്കലുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ മേഘസ്ഫോടനത്തിൻ്റെ അന്ന് ഞാൻ ഏകദേശം 8-10 വർഷമായിട്ടുണ്ട്. അന്ന് ഞാൻ മറ്റേ ഹിമാലയത്തിലുണ്ടായിരുന്നു. ആ സമയത്ത് ഗംഗ വല്ലാതെ ഉയർന്നു, ചെളിയും കല്ലും അവിടെയുള്ള പാലങ്ങളൊക്കെ തീപ്പെട്ടിക്കോൽ ഒടിയുന്ന പോലെ ഒടിഞ്ഞത്, മേഘസ്ഫോടനം ഉണ്ടായിട്ട്. ആയിൽ കൂടി അവിടെ രക്ഷപ്പെട്ടു പോയത്
കേദാർനാഥിലെ കേദാരനാഥ ക്ഷേത്രം. ആ കേദാർനാഥ് ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിൽ ഒരു 10 ആനയുടെ വലിപ്പമുള്ള ഒരു കല്ല് ഉരുണ്ടു വന്ന് അവിടെ അങ്ങോട്ട് നിന്നു. പിന്നെ വരുന്ന വെള്ളം ഈ വഴിക്കും പോയി. ഇന്നും അത് പോയി അവിടെ കാണാൻ പറ്റും. ഏതായാലും അതിൻ്റെ പേരിൽ പിന്നീട് എന്തുണ്ടായി? ഗംഗയുടെ ഇരുവശത്തുമുള്ള 100 കണക്കിന് ആശ്രമങ്ങളാണ് പൊളിച്ചു കളഞ്ഞത്. ആര്? നരേന്ദ്രമോദി. ആര്? യു പിയിലെയും ഉത്തരാഖണ്ഡിലെയും അധികാരികൾ. അവിടെ ഒരു ആശ്രമക്കാരും ഐ ലവ് മഹാദേവൻ, ഐ ലവ് ശിവൻ, ഐ ലവ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല. അവിടെയുള്ള സകലമാന പേരും പറഞ്ഞത് എല്ലാ അവിടുത്തെ മഹന്തികൾ, അതുപോലെ തന്നെ അവിടെയുള്ള മഹാമണ്ഡലേശ്വരന്മാർ കൂടി പറഞ്ഞത് നല്ലതാണ്. ഒരുപാട് പേര് മരിച്ചു. നാളെ ഇനി ഗംഗാതീരത്ത് ഗംഗയുടെ ഇരു കരകളിലും 250 മീറ്റർ മാറിയിട്ട് പിന്നെ വീടുകൾ വയ്ക്കാൻ പാടുള്ളൂ. ആർക്ക് വേണ്ടിയത് ചെയ്തത്? ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു രാമിയും അതിനെതിരെ ഒരു പോസ്റ്റർ ഇറക്കിയില്ല. ഒരാശ്രമവും അതിൻ്റെ പേരിൽ മതചിഹ്നങ്ങൾ വെച്ച് നേരിടാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ്. അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ അത് അത്രയും പൊളിച്ചു കളയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ വക്കഫിൻ്റെ പേരും പറഞ്ഞ്. ഇപ്പം എൻ്റെ ഈ വീട് പോലും വക്കഫാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ നാറികൾ. വക്കഫാണ് അത്ര. ഞങ്ങൾ കൊടുത്ത പൈസയാണ് വക്കഫ. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ തൃശ്ശൂരിലുള്ള റവറൻ ഫാദർ, അതായത് ഡോക്ടർ കൂടിയാണ് കേട്ടോ, MBBS ഡോക്ടർ കൂടിയാണ്, പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം എനിക്ക് പൈസ അയച്ചു തന്നിട്ടുണ്ട്. അവരെത്രയോ മുസ്ലിം സുഹൃത്തുക്കൾ, പേര് പറയാത്തവർ ഇപ്പം തിരിച്ചു കിട്ടുന്ന വക്കഫാണെന്നാണ് പറയുന്നത് ഇപ്പോൾ പലരും. അപ്പോൾ ആ രീതിയിൽ അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങൾ അതത്രയും പൊളിച്ചു കളയേണ്ടത് തന്നെയാണ്. അതല്ലെങ്കിൽ ആ കയ്യേറ്റത്തിൻ്റെ അങ്ങേയറ്റം ഇപ്പോൾ ബംഗാളിലേക്ക് എന്താ ഉണ്ടായത്? ബംഗാൾ അനുഭവിക്കുന്ന തരത്തിലായിട്ട് മാറും. അന്യനാടുകളിൽ നിന്ന് പോലും ആളുകൾ നുഴഞ്ഞു കയറിയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ സ്വന്തമാക്കിയിട്ട് അവിടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ അക്രമങ്ങൾ നടത്തുന്നു, കലാപങ്ങൾ നടത്തുന്നു, ദ്രോഹിക്കുന്നു. അത് പലപ്പോഴും ഇന്ത്യയുടെ കേന്ദ്ര സർക്കാരിൻ്റെയും അതേപോലെ സംസ്ഥാന സർക്കാരുകളുടെയും അഴഞ്ഞ സമീപനം അതിൻ്റെ പേരിലാണ് നടന്നു വന്നിരുന്നത്. ഇപ്പം മോദി സർക്കാരും യോഗി പോലുള്ള ആളുകളുടെ സംസ്ഥാന സർക്കാരുകളും ഇനിയിപ്പോൾ ബംഗാൾ സർക്കാരിൻ്റെ സ്ഥിതിയും അവിടെ നിരപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രൂപത്തിൽ ഇത്തരം കയ്യേറ്റങ്ങൾ അവർ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല. കഴിഞ്ഞാൽ പശുക്കിടാവ്, നമ്മുടെ പശു പെറ്റു, അതിൻ്റെ കിടാവ് ഒരു മണിക്കൂർ കഴിയുമ്പോഴേ അവൻ തുള്ളി ചാടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരും, അടുക്കളയുടെ അടുത്തേക്ക് വരും. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അത് മണപ്പിച്ച് നോക്കും, നമ്മുടെ കിടക്കയിൽ കയറി കിടക്കും. പക്ഷേ എത്ര ദിവസം? കുറേ കഴിയുമ്പോൾ അവൻ്റെ കഴുത്തിൽ കയറിടും. അങ്ങനെ വരുമ്പോൾ ഒരു 2-3 ദിവസം ആ കയർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കഴുത്തിലെ എല്ല് പൊട്ടുന്ന രീതിയിൽ അപ്പോഴും അവൻ വലിക്കുക, ചാടിത്തുള്ളുക ഈ കയറും വെച്ചുകൊണ്ട്. 2 ദിവസം കഴിയുമ്പോൾ അവന് മനസ്സിലാവും ഈ കയറ് സ്ഥിരമാണെന്ന്. പശുക്കിടാവിൻ്റെ കഴുത്തിൽ കയറി വീഴുമ്പോൾ ആദ്യമായിട്ട് കയറി വീഴുമ്പോൾ 2-3 ദിവസം അത് വലിയ പരാക്രമങ്ങൾ കാണിക്കും. അത് കഴിഞ്ഞാൽ അത് താനെ അടങ്ങിക്കൊള്ളും. സർക്കാർ പുറമ്പോക്ക് സ്ഥലങ്ങളും ഒഴിഞ്ഞുകിടക്കുന്ന മറ്റു സ്ഥലങ്ങളും കയ്യേറിയിട്ട് അവിടെ മസ്ജിദ് പണിതാലും ഇനി ദേവാലയങ്ങൾ ക്ഷേത്രങ്ങൾ പണിതാലും ബുൾഡോസർ വെച്ച് നിരപ്പാക്കുക തന്നെ വേണം. അതിനെ ചെറുത്തു നിൽക്കാൻ വേണ്ടിയിട്ട് ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കുക, മതവൽക്കരിക്കുക, അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കുക, ഇതൊക്കെ രാജ്യദ്രോഹം തന്നെയാണ്, കടുത്ത രാജ്യദ്രോഹം തന്നെയാണ്. ദേ പള്ളി പൊളിച്ചു, ഞങ്ങളുടെ പള്ളി പൊളിച്ചു, ദേ മുസ്ലിം മതത്തിനെതിരെ കയ്യേറ്റം, ദേ അള്ളാഹുവിൻ്റെ പോസ്റ്റർ ഞങ്ങൾ കാണിച്ചപ്പോൾ അത് കീറി. ഇതൊന്നും സത്യങ്ങളല്ല. അനധികൃതമായിട്ട് ഉള്ളൊരു ഒഴിഞ്ഞ ഭൂമിയിൽ പള്ളി വെച്ചു, അത് പൊളിച്ചു കളഞ്ഞു, അത്രയേ ഉള്ളൂ. അതിനെയാണ് മതവൽക്കരിക്കാൻ നോക്കുന്നത്, കലാപമുണ്ടാക്കാൻ നോക്കുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മോദി സർക്കാരിനെയും യോഗി സർക്കാരിനെയും അതുപോലെ മറ്റ് BJP സർക്കാരുകളെയും അവർക്ക് ബിഗ് സല്യൂട്ട് കൊടുത്തേ മതിയാകും, അവരെ അഭിനന്ദിച്ചേ മതിയാകും. നമുക്കിവിടെ മതമല്ല പ്രശ്നം. മതമാകട്ടെ, അത് വീടിനകത്താകട്ടെ,
അല്ലെങ്കിൽ പള്ളിക്കകത്താകട്ടെ, ഒരു പ്രശ്നമല്ലോ. ചൈനയിൽ അങ്ങനെയാണല്ലോ, അണ്ടർഗ്രൗണ്ടിലാണ് ചൈനയിൽ. ചൈനയുടെ ഒരുപാട് നമ്മൾ ചൈനയുടെ ഫോട്ടോസും വീഡിയോസും കാണുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും പള്ളികൾ കാണുന്നുണ്ടോ? ദേവാലയങ്ങൾ കാണുന്നുണ്ടോ? ബുദ്ധക്ഷേത്രങ്ങൾ കാണുന്നുണ്ടോ? അതൊക്കെ ഉണ്ടവിടെ. അതൊക്കെ അതിൻ്റെ പരിധിക്കുള്ളിൽ മര്യാദ വിട്ട് പുറത്തേക്ക് വരുന്നില്ല എന്നർത്ഥം. അതിർത്തി വിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മതമല്ല പ്രശ്നം, രാജ്യമാണ്. അതാണ് നമ്മുടെ ഏറ്റവും മഹത്തായ പ്രശ്നം. അതായിരിക്കണം നമ്മളുടെ എല്ലാവരുടെയും മുദ്രാവാക്യവും. ഏതായാലും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഇപ്പോൾ യു പിയിൽ നിന്നും ബീഹാറിൽ നിന്നും ഇനി ബംഗാളിൽ നിന്നും കേൾക്കാം, മഹാരാഷ്ട്രയിൽ നിന്ന് കേൾക്കാം ഡിം ഡിം ഈ ശബ്ദങ്ങൾ. ഇന്നലെ കഴിഞ്ഞ ശനിയാഴ്ച യു പിയിൽ നിന്നാണ് ഇപ്പം ഈ ശബ്ദം കേട്ടത്, ഡിം. ആരും വ്യസനിക്കണ്ട. ഇവിടെ ഈ ഭാരതത്തിൽ ആർക്കും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല. ഒരു മതത്തിൻ്റെ പേരിലും ആരും താഴോട്ട് ഇറങ്ങുന്നില്ല, മതത്തിൻ്റെ പേരിൽ മേലോട്ടും കയറുന്നില്ല. വർണ്ണവർഗ വ്യത്യാസമില്ലാതെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എന്നാലും ചൊറിയാനും മാന്താനും എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദുബായു ഊർദ്ധം വലിക്കാൻ തുടങ്ങി. അതൊക്കെ ആയപ്പോൾ തലയ്ക്ക് വട്ട് പിടിച്ചു, തലയ്ക്ക് ഓളം വെട്ടി. അതിൻ്റെ പേരിലൊക്കെയാണ് ഇപ്പോൾ ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ, ഇനി അടുത്ത പള്ളി എപ്പോഴാണ് പൊട്ടുന്നത്, എപ്പോഴാണ് ഡിം എന്നുള്ള ശബ്ദം വരുന്നതെന്ന് നമുക്ക് നോക്കി കാണാം. കാത്തിരിക്കാം. നമസ്കാരം.